വാട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്ന് വ്യാഴാഴ്ചയാണ്, പിന്നെ പുതിയ സീസണൊക്കെ വന്നിട്ടുണ്ട്. സോ കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യുമെന്നും പറഞ്ഞിരുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് എന്താ പറയുക ശ്രദ്ധിച്ചില്ല. അപ്പോഴത്തേക്കും ഫോണിൽ ഓണായി. എന്തായാലും ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചു. സോ നിങ്ങൾ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ഫ്രീ. ആൻഡ് പെസിനെ കുറിച്ച്, പെസല്ല ഈ ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യമാണെങ്കിൽ ഞാൻ തപ്പിപ്പിടിച്ച് എങ്ങനെയെങ്കിലും ന്യൂ ബാഡ്സ്. ഓക്കെ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സീസൺ 8 ദ കർട്ടൻ റൈസർ. ഓക്കെ, കൂൾ. ഇതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു. 777 മില്യൺ ഡൗൺലോഡ്. ഓക്കെ, ഇനാക്റ്റീവ് സേവ് ഡാറ്റ റിമൂവൽ പ്രോസസ്. ഓക്കെ, പോസ്റ്റ് ഡേറ്റ് 2024. Okay, we are planning to conduct large scale maintenance in mid-September to undergo the in-game data update process. Okay. ഈ ഫുട്ബോൾ 2025 ആണ് വരാൻ പോണ. Save data that matches the conditions communicated on 11/7/2024 will be deleted during maintenance. Okay, എനിക്ക് മനസ്സിലായില്ല. ഇനിയാണ് കൊണാമി അറിഞ്ഞൂടാ. വി ആർ പ്ലാനിങ് ടു കണ്ട ലാർജ് സ്കെയിൽ മെയിൻ്റെനൻസ് അണ്ടർഗോ. ഓക്കെ, അപ്പം ഈ ഫുട്ബോൾ 2024 വരാൻ പോവുകയാണ്. 25 വരാൻ പോവുകയാണ്. അപ്പം ലാർജ് സ്കെയിൽ മെയിൻ്റെനൻസ്, അതായത് മിഡ്-സെപ്റ്റംബർ ആകുമ്പോൾ, അതായത് എനിക്ക് തോന്നുന്നു മിഡ്-സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ 12 to 20 വരുമായിരിക്കും അല്ലേ? 12 to 20. ഓക്കെ, പോസ്റ്റഡ് 11/7. ഇഫ് യു വിഷ് ടു കീപ് യുവർ സേവ് ഡാറ്റ പ്ലീസ് മേക്ക് ഷുവർ ടു ലോഗ് ഇൻ ദ ഗെയിം. ആൻഡ് ഓക്കെ ഇനി നമ്മൾ എന്താ പറയുക, ഗെയിമിനകത്ത് ക്യാരി ഇല്ലെങ്കിൽ നമ്മളെ ഇതൊക്കെ അടിച്ചു പോകുന്നതാണ് തോന്നുന്നത്. അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകുന്നതാണ് തോന്നുന്നത്. ഇഫ് യു വിഷ് ടു കീപ് യുവർ സേവ് ഡാറ്റ പ്ലീസ് മേക്ക് ഷുവർ ടു ലോഗ് ഇൻ ടു ദ ഗെയിം ആൻഡ് പ്രൊസീഡ് ടു ക്ലെയിം ലോഗിൻ ബോണസ് ബിഫോർ 11/9. ഓക്കെ, അക്കൗണ്ട് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ലോഗിൻ ബോണസ് എന്നല്ല, നമ്മൾ ജസ്റ്റ് ഗെയിമിൽ ലോഗിൻ എങ്കിലും ചെയ്യണം. ഗെയിം ഓപ്പൺ എങ്കിലും ആക്കിയിരിക്കണം ഈ 11/9/2024 മുമ്പേ. ഓക്കെ, 9/11 മുമ്പേ നമ്മൾ എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ ഇതായിപ്പോവും, നമ്മളെ അക്കൗണ്ട് നിർവീര്യമായിപ്പോവും. ഓക്കെ, eFootball 2024. We will be releasing an update for eFootball 2024 in mid-September. After this update, the name of the game will change to eFootball version 4.0.0. eFootball version 4.0.0 will include data updates to reflect promotion, relegation of domestic league and player transfers. Okay, in-game assets, other data carry over the following. അപ്പം ഈ ഫുട്ബോൾ 2025 അപ്ഡേറ്റ് അല്ലേ? വെയിറ്റ്, ഗെയിമിൻ്റെ പേര് ഈ ഫുട്ബോൾ 2024 എന്ന് മാറിയിട്ട് വെർഷൻ 4.0.0 എന്ന് വരുന്ന വാട്ട് ദ ഫക്ക്? ഓക്കെ, ഇൻ ഗെയിം അസെറ്റ് ആൻഡ് അതർ ഡാറ്റ ക്യാരി ഓവർ. ദ ഫോളോയിങ് ഇൻ ഗെയിം അസെറ്റ്സ് വിൽ ബി ക്യാരിഡ് ഓവർ. ഓക്കെ, അപ്പോൾ 2025 അപ്ഡേറ്റ് തന്നെ ഗൈസ്. എനിക്ക് ഒന്നും മനസ്സിലായില്ല വായിച്ചിട്ട്. ഓക്കെ, അവന്മാര് എന്താ പറയുക, ഇതിൻ്റെ പാക്കിൻ്റെ ഗെയിമിൻ്റെ പേര് ഈ ഫുട്ബോൾ 2024 എന്ന് മാറ്റിയിട്ട് ഈ ഫുട്ബോൾ വെർഷൻ 4.0.0 ആക്കാൻ പോകണം. ഓക്കെ, ആയിക്കോ. അപ്പോൾ 2025 അപ്ഡേറ്റ് അല്ലേ നമുക്ക് കിട്ടാൻ പോകണം. പക്ഷെ അവന്മാർ പ്ലെയർ ട്രാൻസ്ഫറും ക്ലബിൻ്റെ മറ്റേ റിലഗേഷനെ ക്ലബ് അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞു. അപ്പോൾ ടെക്നിക്കലി 2025 അപ്ഡേറ്റ് ആണ് വരാൻ പോണത്. അത് വേറെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു പ്ലെയേഴ്സൊക്കെ ക്യാരി ഓവർ ആവാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പ്ലെയർ ഓഫ് വീക്ക് കാർഡൊക്കെ എനിക്ക് തോന്നുന്നു ബേസ് കാർഡാ അല്ല ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. മുമ്പ് ഇതുപോലെ എന്തിനൊക്കെ വന്നിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ, കറക്റ്റ് ഓർമ്മയില്ല. സോ എനിക്ക് പാക്കാണ് ആവശ്യം. ഞാൻ ഇങ്ങനെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സ്പാനിഷ് ലീഗിൻ്റെ ആണ് കേട്ടോ ഇന്ന് വന്നേക്കണം. ഇതല്ല ബോക്സ് ഷോ വന്നേക്കണത്. ഓക്കെ, ബോക്സ് ഷോ. ഇനിയസ്റ്റ ഈ ട്രെയിലറിലുണ്ടായിരുന്നു ഇനിയസ്റ്റയുടെ കാർഡ് പറഞ്ഞത്. 100 പേരുണ്ട് കേട്ടോ. 100 പേരില്ലായിരുന്നെങ്കിൽ എടുക്കായിരുന്നു. ഓക്കെ, സമ്മർ ട്രാൻസ്ഫർ. ഓക്കെ, എനിക്ക് വലിയ ഇതില്ല. റാക്കറ്റിച്ച് സോളാണ് അത്. ഞാൻ സോള് റാക്കറ്റിച്ച് തന്നു. ഓക്കെ, സോളപ്പം സെവിലയിൽ പോകണം. ഓക്കെ എൻഗോഡ് സ്റ്റാർസ് August 8 2024. അല്ല, August 8 2024. വലിയ ഇതൊന്നും ഞാൻ എന്താ പറയുക, എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇംഗ്ലീഷ് മിഡ്ഫീൽഡേഴ്സ് പ്ലീസ് നോമിനേറ്റിംഗ് കോൺട്രാക്ട് എന്തെങ്കിലും നല്ല തരണേ. ബാക്ക് ഇൻ ദ ഗെയിമാ ടൈം ബാക്ക് ഇത്രേ ഉള്ളൂ. നോ വേറെ നല്ല പ്ലേയേഴ്സ് ഇല്ലേ? നോ, എനിക്ക് ഓൾ പ്ലെയർ ഗാവി. നോ, സ്റ്റാൻഡേർഡ് റിഫോം. റീസ് ജെയിംസ് സ്റ്റാൻഡേർഡ് റിഫോം. ഇത് ബാക്ക് ഇൻ ദ ഗെയിമാ. അവർ ഇഞ്ചുറി കഴിഞ്ഞിട്ട് എന്തിനോ വന്നതാണ്. ഇൻകൺസിസ്റ്റൻറ്റ്. ഞാൻ മറ്റേ ലയൺസ് FC ലൈവ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവനെ ഒരുത്തം പറഞ്ഞ് ഈ പാക്കാണെങ്കിൽ എന്തോന്ന് ഫോമൊക്കെ ഇൻകൺസിസ്റ്റൻ്റാ സ്റ്റാൻഡേർഡൊക്കെ ആയിരിക്കുമെന്ന്. എന്ത് കറക്റ്റാണോ അവൻ പറഞ്ഞത്? പാക്ക് എനിക്ക് എടുക്കണമെന്നുണ്ടേ. എന്നാ ചെയ്യാം. ലൂയിസ് ഫീഗോ നല്ല കാർഡാണെന്നാണ് തോന്നുന്നത്. അൺവേവറിങ് ബോൾ കെയറി നൈസ് കാർഡാണെന്നാണ് തോന്നുന്നത്. അടുത്ത ക്രൂയിഫ്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ക്രൂയിഫ് ഓൾ പ്ലെയർ ആണല്ലേ. ഓക്കെ, ഫേവറിങ് ആണ് ഫോം. ബോൾ കെയറിങ് തന്നെ. സ്പാനിഷ് ലീഗ് അറ്റാക്കേഴ്സ്
അടുത്ത് ഡിസപ്പോയിൻറ്റഡ് മാൻ, ഡിസപ്പോയിൻറ്റഡ്. ഇഞ്ചുറി കഴിഞ്ഞ് വന്നവന്മാർ ഒരു ഇതുമില്ല. സോ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഡിവിഷൻ 1 ആയിരുന്നു, ഇപ്പോൾ ഡിവിഷൻ 4 ഇറങ്ങി. സോ 12. അപ്പോൾ 12-ാം തീയതി അടുത്ത സീസൺ തീരുമല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് തന്നെ. 12 to 20 അപ്ഡേറ്റ് വരാൻ പോണത്. ഇവിടെ വ്യാഴാഴ്ച അവന്മാർ മെയിൻ്റെനൻസിന് പോകുമായിരിക്കും, എന്നിട്ട് തിങ്കളാഴ്ച വരേണ്ടതാണല്ലോ. സോ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണുമ്പോഴത്തേക്കും ബൈ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.